നിങ്ങൾ പല പ്രമുഖ യൂട്യൂബേഴ്സിനെയും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം, മില്യണയർ ആകാൻ പറ്റും, അവർ കാർ മേടിച്ചു, ഫ്ലാറ്റ് മേടിച്ചു എന്നൊക്കെ. യെസ്, ഇത് കറക്റ്റാണ്. ട്രേഡിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇതൊരൊറ്റ രാത്രി കൊണ്ട് സാധിക്കുന്നതല്ല. ഇതിന് അത്യാവശ്യം നല്ല സമയവും അതോടൊപ്പം തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഡ്രൈവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് പറ്റുന്നത്. ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ക്വിക്ക് റിച്ച് സ്കീമാണ്. പക്ഷേ നമ്മളിവിടെ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബബിലിറ്റി ഗെയിമാണ് ട്രേഡിങ്ങിലൂടെ പ്ലേ ഔട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന കുറേ അധികം ട്രേഡ്സിൽ നിന്ന് കുറച്ച് ട്രേഡ്സ് നമുക്ക് ലോസ് ആവുകയും കുറച്ചധികം ട്രേഡ്സ് നമുക്ക് വിൻ ആവുകയും ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആവറേജ് പ്രോഫിറ്റിലൂടെയാണ് മോസ്റ്റ് ഓഫ് ദി ട്രേഡേഴ്സും പ്രോഫിറ്റബിൾ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കാംസിൽ പോയി പെടുന്നത്. സ്കാമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ആയിട്ടുള്ള വാട്സപ്പും ടെലഗ്രാമുമാണ് ഇതിന്റെ മെയിൻ ഹബ്ബായിട്ട് വരുന്നത്. IIM അഹമ്മദാബാദിലെ എംപ്ലോയിക്ക് നഷ്ടമായത് 46 ലക്ഷം രൂപയാണ്. ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലിങ്ക് വഴി വാട്സപ്പിലെ സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സ് ഗ്രൂപ്പിലേക്കാണ് ജോയിൻ ആയത്. അവിടെ ജോയിൻ ആയതിനു ശേഷം ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് അവരുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ബ്രോക്കറേജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പ്ലാറ്റ്ഫോമിൽ പ്രോഫിറ്റ് ഷെയർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് വിശ്വസിച്ച് നെക്സ്റ്റ് ഒരു ഫേക്ക് IPO അവർ പറഞ്ഞതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി. IPOയുടെ ടോട്ടൽ കോസ്റ്റ് അവർ പറഞ്ഞത് 46 ലക്ഷം രൂപയാണ്. ഇതിനകത്ത് നിന്ന് 20 ലാക്സ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 18 ലാക്സ് സ്കാമേഴ്സ് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് 20 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തു. ഇതിനുശേഷം നെക്സ്റ്റ് സംഭവിച്ചതെന്ന് പറയുന്നത് വിഡ്രോവലിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ക്യാപിറ്റൽ വെരിഫിക്കേഷന് വേണ്ടി എഗെയിൻ 15 ലാക്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ 45 ലാക്സ് റുപ്പീസ് ആണ് നഷ്ടമായത്. നെക്സ്റ്റ് ഒരു സ്കാം ടൈപ്പാണ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവർ ചെയ്യുന്നത്. യൂട്യൂബേഴ്സിന് കൃത്യമായിട്ട് ട്രേഡിങ്ങിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരാണ്. അമൻസ എന്ന് പറയുന്ന ഒരു സ്കാമിലൂടെ ഡെയിലി 1% റിട്ടേൺ ഓഫർ ചെയ്തപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇത് ഈസി ആണല്ലോ എന്ന് കരുതി അതിലേക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്തൊരു ഹാഫ് ഓഫ് ദി ടൈം കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് സ്കാമേഴ്സ് ഓൾമോസ്റ്റ് 1.6 crore റുപ്പീസ് ആണ് തട്ടിച്ചുകൊണ്ട് പോയത്. ഇതുപോലെയുള്ള സ്കാമുകൾ നോർത്തിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് നഷ്ടപ്പെട്ടത് 26 ലക്ഷം രൂപയാണ്. ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അതിനകത്തെ ഫേക്ക് സക്സസ് സ്ക്രീൻഷോട്ട്സ് കണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സ്കാമേഴ്സ് ഡിസപ്പിയർ ആയി. ഇങ്ങനെയുള്ള സ്കാമുകളിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ സൈബർ ക്രൈമിലോ നമ്മൾ പരാതിപ്പെട്ടാൽ പോലും പകുതിയോളം കേസസും സോൾവ് ആകാറില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാഷ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതുപോലെയുള്ള സ്കാമുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന റെഡ് ഫ്ലാഗ്സ് ഏതൊക്കെയാണെന്നോ. ഫസ്റ്റ് വൺ ആണ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ്. ഡെയിലി 1 to 2% ഓർ മന്ത്ലി 30 to 90% ഒക്കെ ഓഫർ ചെയ്താൽ അത് കൃത്യമായിട്ടും സ്കാമാണ്. റിയൽ ട്രേഡിങ്ങിൽ ഇതുപോലെ എല്ലാ ദിവസവും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി പോസിബിൾ അല്ല. നെക്സ്റ്റ്, യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സോ ആപ്ലിക്കേഷൻസോ ഒന്നും കൃത്യമായിട്ട് സക്സസ്ഫുൾ ആകണമെന്നില്ല. ചിലപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ വഴി കിട്ടുന്ന പ്രോഫിറ്റ് ഉദ്ദേശിച്ചോ ആയിരിക്കാം ഇവരിത് ചെയ്യുക. ഇതിൽ നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള മൂവ് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും വേണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, വാട്സപ്പ് ഓർ ടെലഗ്രാമിലൂടെ നടത്തുന്ന സ്കാമുകളിൽ ആദ്യം തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹുക്കാണ് ജോയിൻ അവർ എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് ഗ്രൂപ്പ് ഫോർ ടിപ്സ് ആൻഡ് കോൾസ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 95% ഓഫ് ടിപ്സ് ആൻഡ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സും ഫേക്ക് ആണ്. അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട്സും അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ്സും എല്ലാം കൃത്യമായിട്ട് ഫാബ്രിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പെട്ടെന്ന് തന്നെയുള്ള സക്സസിന് വേണ്ടിയിട്ട് ഇവർക്ക് ചെറിയ പ്രോഫിറ്റ്സ് ഒക്കെ നമുക്ക് തന്ന് വിശ്വസിപ്പിച്ചാൽ പോലും ഒരിക്കലും ഇതിലേക്ക് ജോയിൻ ചെയ്യാതിരിക്കും. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ് ആണ് പ്രഷർ ടാക്ടിക്സ്. നിങ്ങളോട് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതൊരു ലിമിറ്റഡ് ഓഫർ ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മുടെ ക്യാഷ് അടിച്ചു മാറ്റാനാണ് നോക്കുന്നത്. സോ ഇത്രയും കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ക്യാഷ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നമ്മളെല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന 1 രൂപ പോലും ഇതുപോലെയുള്ള സ്കാമേഴ്സിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനോ പാടില്ല. ട്രേഡിംഗ് ഒരു സ്കില്ലാണ്. ആരും ഇതുവരെ ഒരു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ച് എക്സ്പേർട്ടായിട്ട് റോഡിലൂടെ ഡ്രൈവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ട്രേഡിംഗ്. ആദ്യം പഠിക്കുകയും അതിനനുസരിച്ച് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ചെയ്യുക. സോ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നല്ലോണം നോളജ് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ നോളജ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 അഡ്വാൻറ്റേജസ് ആണുള്ളത്.
കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ കണ്ടീഷനിലേക്ക് എത്താനുള്ള ഒരു മെത്തേഡും കിട്ടും. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകും. സോ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് മെൻറ്റർ സപ്പോർട്ടാണ്. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാനും പറ്റുന്നതാണ്. സോ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള എഡ്ടെക് പ്ലാറ്റ്ഫോംസ് ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.